നമ്മൾ കുളിച്ച് സെറ്റായിട്ട് ഇനി ബാഗെടുക്കാം. ഒരാളും സ്റ്റാൻഡിൽ നിന്ന് ഭയങ്കര ബിസിയാണ്, ഫോണിലാണ്. അപ്പോൾ നമ്മളെല്ലാം കെട്ടിപ്പറക്കി കോളേജിലെത്തിയിരിക്കുകയാണ്. ദരിദ്രവാസികളെല്ലാം അസംബിൾ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ നാളത്തെ ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോളേജിൽ പോവാണ്. ഞങ്ങൾ നേരത്തെ എത്തുകൊണ്ട് ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഒരാളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുന്നിരുന്ന് മടുത്തപ്പോൾ തെണ്ടി നടക്കാൻ കോളേജിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പോസ് നോക്കട്ടെ, നിങ്ങളെ എസ്തെറ്റിക് പോസ് നോക്കട്ടെ. എസ്തെറ്റിക് പോസ് ആണ് ഗൈസ് ആ കണ്ടത്. ഗൈസ് എത്ര നടന്നിട്ട് സമയം പോകത്തില്ല. ഒന്നും കൂടി ഞങ്ങൾ 5:20 ഒന്നും കൂടി തെണ്ടി തിരിയാൻ പോകുന്നു. ഇപ്പം ഞാൻ ഒരു ഹിഡൻ ഫോട്ടോഗ്രാഫർ കാണിച്ചു തരാം. ഇതുണ്ടോ, അനുവാണ് നമ്മളെ ഹിഡൻ ഫോട്ടോഗ്രാഫർ. രണ്ടെണ്ണം വലിയ കാര്യത്തിൽ എന്തൊക്കെയോ കാട്ടി പോകുന്നുണ്ട്. സ്വന്തം കപ്പിൾസാന്നൊക്കെയാ പറയുന്നത്. സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് പോസ് ചെയ്യുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ കണ്ണം കർത്താവി. എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസ് അതിൻ്റെ ഇടയ്ക്ക് കൂടി കാണിക്കാൻ നോക്കിയതാണ്. അസ്ഥാനത്തൊക്കെ കാണിക്കാൻ എനിക്ക് എന്തൊരു പ്രത്യേക മനസ്സുഖമാണ്. ഇത് ഞങ്ങളെ ഗ്രൗണ്ടാണ്, കോളേജ് ഗ്രൗണ്ടാണ്. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു കുറേ ചേട്ടന്മാർ. ക്രിക്കറ്റ് ആസ്വദിക്കുക എന്ന വ്യാജേന വായി നോക്കുകയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ എല്ലാം വന്നിട്ടോ അവർ ബോളടിക്കുമ്പോൾ ഒക്കെ തുള്ളിച്ചാടുന്ന കൈവിട്ടുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഇനി ഈ സാധനത്തിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കും. വൈകുന്നേരമുള്ള കലാപരിപാടികളാണ് എല്ലാവരും വന്നത്. കുറേ ഇപ്പോൾ ബോറടിയൊക്കെ തുടങ്ങി. അത് ഒഴിവാക്കാനാണ് ഇതെന്നൊക്കെ അവർ പറയുന്നത്. ബട്ട് എനിക്ക് നല്ല ഷോക്കാണ്. ഇതായി ഞങ്ങളുടെ ഒരു പ്രധാന സിംഗർ നമ്മളൊരു പാട്ട് വെച്ചപ്പോൾ ആ പാട്ടുതരാം ഓക്കെയാണ്. അപ്പം തന്നെ വരും. ഇത്ര സ്നേഹമുള്ള പിക്ചർ പാടാനുള്ള തയ്യാറെടുപ്പ് കാണിക്കാണ്. ഭയങ്കര ഫീലായിരുന്നു പാട്ട്. ഗൈസ് ഒരു പ്രേതങ്ങൾ ഇരിക്കുന്നുണ്ട്. പഠിക്കും പാട്ടില്ലടി. സിംഗേഴ്സ് എനിക്ക് സൗണ്ട് മാത്രം. ഒരു പാട്ടിനെ കൊല്ലാക്കൊല ചെയ്തപ്പോൾ എന്തെങ്കിലും അപ്പുറത്തെ ജൂനിയർ പിള്ളേർ ഇതൊക്കെ സഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഓർക്കണം. എനിക്കൊരു സൂത്രം കാണിച്ചു. ഓ വേട്ടാ, മേഘസന്ദേശ് മൂവിയിലൊക്കെ ഇവളാണോ ഡബ് ചെയ്യാൻ പോയിട്ട് നല്ല. പക്ഷെ ഇത് മാത്രമേ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്ത് അതുകൊണ്ട് നല്ല ഷോക്കായിരുന്നു രാത്രി. ഇതൊക്കെ ഉള്ളത് കുറുവാസംഘം ഗൈസ്, കുറുവാസംഘം കണ്ടില്ല അറിഞ്ഞില്ല പറയുന്നത്. ഒരു മെമ്പർ നമുക്ക് ഇവിടെ പിടിയിട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലാണ് ഏൽപ്പിക്കേണ്ടതെന്ന് അറിയിച്ചാൽ ഏൽപ്പിക്കാവുന്നതാണ്. ഒരാൾ കുറുവാസംഘത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതെൻ്റെ ശിക്ഷയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ നല്ല ടൈമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എണീക്കുമ്പോൾ 5:30 ആയി സമയം.
ഇവരെന്നെ കുറേ നേരം വിളിച്ചെന്നാണ് പറയുന്നത്. 3:30-ക്കൊക്കെ എണീച്ച ടീംസ് ഉണ്ട്. ഞാൻ പക്ഷേ 5:30 ആയതുകൊണ്ട് ഞാൻ കണ്ണുറന്നിട്ടില്ല. ഉറക്കൊന്നും മര്യാദയ്ക്ക് റെഡി ആയിട്ടില്ല. എന്നാലും ട്രക്കിങ്ങിന് പോകാമെന്നുള്ള ഒറ്റ മൈൻഡിൽ. രാവിലെ ഉണ്ട് നല്ല മഞ്ഞായിരുന്നു. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൽ ഞങ്ങൾ പോയത് മല്ലൂസിൽ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ്സിൽ. കോളേജിൻ്റെ പരിസരം നല്ല മഞ്ഞാണ്. രാവിലെ എനിക്ക് രാവിലെ പിള്ളേർ അഞ്ജനി ലക്ഷ്മി ഫുൾ ഓണാണ്. എൻ്റെ ഇടയ്ക്ക് നഹൽ വന്നിട്ട് മാസ്റ്റർ പീസ് ആയിട്ട് ഇടുന്നുണ്ട് സീന്. അങ്ങനെ ഞങ്ങൾ അവിടെ പെട്ടെന്ന് എത്തി. വയനാട് തന്നെ ആയതുകൊണ്ട് എത്തിച്ചിരുന്നത് 1 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ദൂരം. താഴെ ഗേറ്റിൻ്റെ പണി ആയതുകൊണ്ട് ബസ് മേലോട്ട് കയറില്ല. അതുകൊണ്ട് ഓഫീസ് വരെ ഞങ്ങൾ നടന്ന്. സൂപ്പറുണ്ട്. ട്രക്കിങ്ങിനൊക്കെ സെറ്റായിട്ട് വന്നതാണ്. അട്ടയൊക്കെ ഉണ്ട് പറഞ്ഞ് പേടിപ്പിച്ചതായിരുന്നു. ഷൂ ഒക്കെ ഉണ്ടോ വടിയൊക്കെ എടുത്ത്. പിന്നെ ഇവിടെ കുറേ നേരം ലാഗായിരുന്നു. മീൻസ് ടിക്കറ്റൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ആവണ്ടേ. ഈ പരിസരമൊക്കെ കാണാൻ അടിപൊളി കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അനു സെറ്റല്ലേ? അനു പോസ് ചെയ്യുന്നതാണ്. പിന്നെ കയറാൻ തുടങ്ങി. 2 ഗൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. തുടങ്ങിയപ്പോൾ ബാക്കിലായിരുന്നു. പക്ഷെ പിന്നെ ആനയുണ്ട് കടുവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മുമ്പിൽ പോകുന്ന ഒരു ഗൈഡിൻ്റെ കൂടെ പോയി. ഉണ്ണികൃഷ്ണൻ എന്നോ അങ്ങനെ എന്തോ ആണ് ആ ചേട്ടൻ്റെ പേര്. കാടിനെ കുറിച്ച് നല്ല നോളജാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു ഗൈഡ് പറയുന്ന ഒരു വയസ്സായ ഒരു അപ്പൂപ്പനാണ്. 68 വയസ്സുണ്ട് പുള്ളിക്ക്. പക്ഷെ ഞങ്ങളോട് നടന്ന് മല കയറി. ഞങ്ങൾ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് കയറിയത്. പക്ഷെ പുള്ളിക്കാരൻ നൈസായിട്ട് കയറിപ്പോയി. പോവന്നെ ഗൈസ്. നദിയുടെ കളകളാരം കേൾക്കുന്നു. ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. തിരുമലയ്ക്കൊക്കെ പോകുന്ന വെള്ളം ഈ മലേൻ്റെ വണ്ടി കുന്നേറിയാണ് ഞങ്ങൾ വന്ന്. അവരെല്ലാം കയറി വരുന്നുള്ളൂ. എൻ്റെ ഡബിളിന് കയറാൻ കിടക്കുന്നു. മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ മല കയറാൻ. അവരൊരു ത്രില്ലിലങ്ങ് വരികയാണ്. സെറ്റാണ്. അപ്പോൾ ഉണ്ടോ വേർത്ത് കുളിച്ച് ഒരു വഴിയായി. ഇപ്പോൾ 2-3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു കുന്ന് സീനാണ്. നല്ല രീതിയിൽ കിടപ്പുണ്ട്. പേര് മടുത്തു. ഇരുന്നിരുന്നാണ്. കുറേ പേര് ഭയങ്കര എനർജിയുള്ള കുറേ പേര് ഫ്രണ്ടിൽ പോയി. അപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. മണ്ണിൻ്റെ അടി കൂടെ പൈപ്പ് പോയിട്ടുണ്ട് തോന്നുന്നു. വെള്ളത്തിൻ്റെയാണ്. ഇവിടെ ഓടുന്നു. എങ്ങനെ ആവുന്നുണ്ടോ? എനിക്ക് എത്ര സ്റ്റാമിന ഉണ്ട് എത്ര വീക്കാന്ന് എനിക്ക് ഈ ഒറ്റ ട്രക്കിൽ നന്നായിട്ട് മനസ്സിലായി. വീക്ക്നെസ് ഒക്കെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഞാൻ ഇത് നടത്തുന്നതാണ്. അവിടെ നിന്ന് തീരുമാനിച്ചു. 3 കാണാനുള്ളൂ. പക്ഷെ ഞാൻ അത്ര ബാക്കിലൊന്നും അല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ടിലുള്ള ആൾക്കാർ കൂടെ തന്നെയായിരുന്നു. ആ ഗാർഡിൻ്റെ കൂടെ നടന്ന് കയറിപ്പോയി. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്? വളരെ മനോഹരമായ ട്രക്കിംഗ്. 500 രൂപ കൊടുത്ത് നടത്തുകയാണ്. വളരെ വേസ്റ്റായ ട്രക്കിംഗ്. അവിടെ കടുവേൻ്റെ കളിപ്പാടുണ്ട് പറഞ്ഞിട്ട് എടുത്ത് നോക്കാൻ പോയതാ ഗൈസ്. ഗതികേട് എന്നിട്ട് എന്ത് പറയാ. ഞങ്ങൾ കയറി വരുന്നതിന് മുമ്പ് അവിടെ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നുള്ളത് ഈ മല കയറിയതിന് ശേഷമാണ് മനസ്സിലായത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. അതാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നു. അതോടെ അറിഞ്ഞപ്പോൾ സന്തോഷിച്ചു പോയി. ഇത് നമ്മളെ ഗൈഡാണ് കേട്ടോ. എത്തിന്ന് തോന്നുന്നു. ചത്ത് നല്ല രീതിക്ക് ചത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ കാണുന്ന കുന്നില്ലേ അവിടെയാണ് എത്തണം എന്ന് പറയുന്നത്. ഇനിയും മുന്നോട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു.
അമ്മീ ഉണ്ടോ ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി ഫുള്ള് കാണാൻ തോന്നുന്നു. ഇപ്പം തന്നെ ഇവിടെ ഇത്രയും കാണാം. വ്യൂ സെറ്റാണ്. എൻ്റെ ഫോണിൽ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അധികം കണ്ടില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ വ്യൂ അടിപൊളിയാണ്. മേലെ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല ശുദ്ധമായ വെള്ളം. എമ്മ തണുപ്പ് അറിയുന്നു. കോരി കുടിച്ച ഒരു ചെറിയ താവി, പൊട്ടിയ താവി എന്താണെന്ന് തോന്നുന്നു. നല്ല തണുപ്പാട്ടോ. ഇനി വണ്ടി കയറി നോക്കി നോക്കാം. പോയി നോക്കാം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ തിരുനെല്ലി അമ്പലമൊക്കെ അതിൻ്റെ വണ്ടിയിൽ നിന്ന് കാണാമായിരുന്നു. ചുറ്റും കാണാൻ അടിപൊളിയായിരുന്നു. ആരും രണ്ടാൾക്കാർ വരുന്നുണ്ട്. നല്ല കാറ്റിൻ്റെ സൗണ്ട് നല്ല ചെവിയിൽ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു സൗണ്ട്. വെയിലൊന്നും നമ്മൾ അറിയേയില്ല കേട്ടോ. ഇത്ര ഹൈറ്റിലാണെങ്കിലും വെയിലൊന്നും നമ്മൾ അറിയേയില്ല കാറ്റിൻ്റെ തണുപ്പ് കൊണ്ട്. വയനാട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ഉള്ളതാണെന്ന് അറിയുന്നത് ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് എറിയുമ്പോഴാണ്. ഫുൾ കാട്, ചുറ്റും കാട്. നല്ല സന്തോഷമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. ഡ്രീംസിലൊന്നാണ് ഇതൊക്കെ. ബ്ലെസ്സിങ് ആണ്, അതിനുള്ള തെളിവാണ് ഇതൊക്കെ. അത് വിദ്യാഭ്യാസം ചരിച്ചാറും നടന്നു വരുന്നുണ്ട്. ടീച്ചേഴ്സ് എത്തി. അതിൻ്റെ തൊട്ട് ബാക്കിൽ അലൻ സീനിയർ വരുന്നുണ്ട്. അലൻ സീനിയർ ഇതിനൊരു സമയം എത്രയോ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് പോലും. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് താഴെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇറങ്ങി അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കലാണ്. അവരെപ്പോൾ വരുന്നത് അറിയത്തില്ല. അതിനിടയ്ക്ക് ഞാൻ മേലെ കയറുമ്പോൾ വാട്ടർ ബോട്ടിൽ മേലെ വെച്ച് മറന്നു. അത് ലക്ഷ്മി മേലെ ചെന്ന് ഇട്ട് തന്നിട്ടോ. അവിടെ കുറേ നേരുന്ന ശേഷം പിന്നെ ഞങ്ങൾ തുടങ്ങി മലകയറ്റം. ഇനിയും 3 കിലോമീറ്റർ കയറാണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ നല്ല ഫുള്ള് ഞാനും നോക്കിയാലും ഒന്നിച്ചാ കയറിയ. ഞങ്ങൾ ഒരേ സ്പീഡിലാണ് കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ മല കയറുമ്പോൾ ഫുള്ള് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ മേലോട്ട് നോക്കുമ്പോൾ ഉള്ള കോൺഫിഡൻസ് ഫുള്ള് പോവും. താഴോട്ട് നോക്കിയാൽ കോൺഫിഡൻസ് കൂടും. എന്താ വെച്ചാൽ അത്ര ബ്യൂട്ടിഫുള്ളാണ്. മുമ്പിൽ കുറേ പേര് പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് പക്ഷിപാതാളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴ്ന്നു. ആ മല ഇപ്പം കാണുന്നില്ല. തിരുനെല്ലി അമ്പലം കാണാം. മേലെത്തുന്നവർക്ക് ടാറ്റ കൊടുക്കുകയാണ്. 2-3 ആൾക്കാർ ഇറക്കം ഗൈഡും ഏറ്റവും കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾ ഇറക്കം കാണുമ്പോൾ സ്വർഗമാണ്, സ്വർഗം. പക്ഷെ അവരെ തൊട്ട് ബാക്കിലാട്ടോ ഞങ്ങളുള്ള. ഇനി ഞങ്ങളുടെ ബാക്കിൽ കുറേ പേര് വരാൻ കിടക്കും. മരങ്ങളുടെ ഇടയിൽ അങ്ങനെ കടുവുണ്ടെങ്കിലോ വേഗത്തെ അത്രയും സമയം കൂടെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം. അതോ ഒരു താടിയാടി പോന്ന്. ഈ മലയാണ് കയറി വന്ന് ഇനി കയറാൻ കിടക്കുന്നേ. ഇത്രയും കൂടെ ഇത്ര കയറി വന്ന് ലാസ്റ്റ് എത്തി. ഫൈനലി ഞങ്ങൾ എത്തി. അപ്പോൾ ഉള്ളൊരു സന്തോഷം. എൻ്റെ അമ്മു ഫസ്റ്റ് എത്തി. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇവരെല്ലാം ഇവിടെ എത്തി. ഇനിയും വരുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ഇവിടെ എത്തിയത് കർണാടക ബോർഡറാണ്. കേരള കർണാടക ബോർഡറാണ്. ഇവിടെ എത്തിയപ്പോൾ ഉള്ളൊരു സന്തോഷം. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാണ്. താഴോട്ടുള്ള വ്യൂ ഉണ്ടോ സെറ്റ്. എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നേരിട്ടാകുമ്പോൾ എൻ്റെ തിരുനെല്ലി അമ്പലമാട്ടോ കണ്ട്. എന്തൊക്കെയോ അടുക്കി വെച്ച പോലെ കാണുന്നത്. മലയെത്തിയതിന് ശേഷമുള്ള എൻ്റെ പട്ടിഷോയാണ് ഈ കാണുന്നത്. പ്രഹസനം പറഞ്ഞ വേറെ പ്രഹസനം. കുറച്ച് പേര് ഫോട്ടോ എടുക്കൽ, കുറച്ച് പേര് സൊറ പറയൽ. ഞാനെല്ലാത്തിനും കൂടിയിട്ടാ.
again and again. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ, കുറേ ടൈം എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് ഇറങ്ങിപ്പോവാണ്. എനിക്ക് കയറിയതിനേക്കാൾ ഇറങ്ങാനായിരുന്നു സിമ്പിൾ. പക്ഷെ കുറേ പേര് പറഞ്ഞത് ഇറങ്ങാനാണ് ഭയങ്കര പാട്. എന്താ വെച്ചാൽ ഒന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ഉരുണ്ടുരുണ്ട് താഴെ എത്തും. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയോ ആ ചേട്ടനോട് തന്നെ ഗൈഡിൻ്റെ കൂടെ തന്നെ അങ്ങനെയൊക്കെയോ പോയി. താഴെ എത്തുന്നവരെ ഞാൻ ചേട്ടനോട് തന്നെ കഥയും പറഞ്ഞു വന്ന്. ആ ചേട്ടൻ കാണിച്ചിരുന്നത് ഈ കാണുന്നതാണ് പഞ്ചായത്തുമല പറഞ്ഞിട്ട്. അവരവിടെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചു പോകാനായി, കുറേ ടൈം എടുത്തു. താഴെ ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും കൂടെ കാത്തു നിൽക്കുകയാണ് എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ പകുതി നടക്കും, പകുതി അവിടെ ഇരിക്കും. ബിക്കോസ് അവർ ബാക്കിൽ കുറേ പേര് വരാനുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല മടുപ്പ് തോന്നിയിട്ടില്ല. നടക്കും അതുകൊണ്ട് ലാസ്റ്റ് അവരും കൂടെ വന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങി. പിന്നെയും ഇവിടെ ആനനെ, മാനിനെ, പുലി, കടുവ അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം ക്യാമറ ഓണാക്കി പിടിച്ച് എന്തിനെങ്കിലും കണ്ടാൽ ഷൂട്ട് ചെയ്യാലോ പറഞ്ഞിട്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒന്നിനും കണ്ടിട്ടില്ല. ഒരു മാനിനെ കണ്ട്. ആ ടൈമിൽ എൻ്റെ ഫോണ് പോക്കറ്റിൽ കിടക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങളെത്തി. നല്ല മടുത്തിട്ടുണ്ടായിരുന്നു. വിശപ്പ് എന്ന് പറഞ്ഞാൽ അത് പീക്കായിരുന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഷെഡ് പോലെ കെട്ടിയ നല്ല രസമുണ്ട് കാണാൻ. മുളയൊക്കെ വെച്ച് കെട്ടിയതാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാവരും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇനി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ്. ബസ് എവിടെയോ പോയേക്കുക. ഇനി നേരെ കാളിന്തി നദി അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ചേട്ടൻ മലേൻ്റെ മുകളിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളിന്തി നദി ഏതൊക്കെ അരുവികൾ കണ്ടിട്ടാണ്. ഇതാ ബസ് വന്നു. ഈ ബസ്സിൽ കയറാം. പിന്നെ അവിടെ സ്പോട്ടിലെത്തി ഇറങ്ങി. ഇതാണ് കാളിന്തി നദി. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയി. ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കുളിക്കാന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ തോന്നിയില്ല, മൂഡ് പോയായിരുന്നു. അപ്പുറത്തൊരു വഴിയുണ്ട്. പക്ഷെ അതിൽ പോകാൻ കുറച്ച് അഡ്വഞ്ചർ. വിചാരിച്ച സംഭവമൊന്നും കിട്ടാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഷോക്ക് അടിച്ച്. അപ്പോൾ അവിടെ കുറച്ച് ചാടിക്കണ്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ എളുപ്പ വഴിക്ക് പോകുന്നതാണ്. കല്ലിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ ഒരാൾ വരുന്ന രണ്ടു വെള്ളം പേടിയാറിട്ട് കുറേ പേര് അവിടെ കാണുന്നുണ്ട്. അവരെങ്ങനെ പോയേ? പോയേക്കാം. ഇതുണ്ടോ? വലിയ രസമുണ്ടോ ചോദിച്ചാൽ വലിയ രസമൊന്നുമില്ല. ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കണം. ഞാൻ ബേസിക്കലി ഒരു കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ വളർന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ മീൻസ് കുറേ അധികം കാടൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു വളർന്നത്. കുഴപ്പമില്ലല്ലേ. അപ്പം ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ല എന്ന് പറയുന്നവർ. എനിക്കതുകൊണ്ട് ഇതിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. എൻ്റെ എന്തുവാ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നിപ്പോൾ. പോയോക്കട്ടെ. വെള്ളത്തിൻ്റെ ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പോയോക്കാം. അവിടെ ഒക്കെ ഒരു ഉണങ്ങിയ മരം കണ്ടോ? ചെറിയൊരു പാലമുണ്ട്. അതിലൂടെ വെള്ളം വെക്കാം. വേണ്ട അല്ലേ? ബസ്സിൽ കയറി നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ആരും തുള്ളുന്നൊന്നുമില്ല. എനിക്ക് പിന്നെയും ഷോകടിക്കാൻ തുടങ്ങി. ഈ ഷോകടിക്കൽ കുറച്ച് കൂടുതലുണ്ടോ എന്ന് തായി പാപമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നോക്കില്ല, കിടന്നു പറഞ്ഞു. പക്ഷേ ഞാൻ എണീച്ച് നോക്കുമ്പോൾ എന്നെണ്ണും ഒരേ തുള്ളലായിരുന്നു. ചതിച്ചതാണ്, ശരിക്കും പറഞ്ഞാൽ ചതിച്ചതാണ്. വരുമ്പോൾ തുള്ളാവ് ചോദിച്ചിട്ട് രാവിലെ വെറുതെ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് നേരെ വീട്ടിലോട്ട്. എനിക്കിപ്പോഴും ഉറക്കച്ചടവാണ് കേട്ടോ. ഓവറോൾ പറയുകയാണെങ്കിൽ ട്രക്കിങ് മാത്രമേ മര്യാദയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. തലേന്ന് നല്ല ചടപ്പായിരുന്നു, ബിരിയാണി ഒഴിച്ച് നല്ല ഉറക്കച്ചടവായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.